നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് CPM പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. CPM പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. ചെറുവത്തൂർ മയ്യിച്ചയിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ EMS മന്ദിരത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ജനൽ ചില്ലകളും ടൈൽസും തകർത്ത നിലയിലായിരുന്നു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന CPMന്റെയും DYFIയുടെയും കൊടികളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി കളത്തിൽ ചന്ദ്രൻ ചന്തേര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിനെ തുടർന്ന് പാലുൽപാദനത്തിലും ഇടിവെന്ന് മിൽമ. കനത്ത ചൂടിൽ സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായി മിൽമ ചെയർമാൻ KS മണി. പ്രതിദിനം 6.5 ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ എത്തിച്ചാണ് പ്രതിസന്ധി മറികടക്കുന്നതെന്നും മിൽമ ചെയർമാൻ പറഞ്ഞു. കൊടും വേനലിൽ മനുഷ്യരെ പോലെ ജീവികൾക്കും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. കാര്യമായ തീറ്റയും വെള്ളവും ലഭിക്കാത്തതാണ് ക്ഷീരമേഖലയ്ക്ക് തിരിച്ചടിയായത്. നിലവിൽ സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ വൻ ഇടിവുണ്ടായി എന്നാണ് മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കുന്നത്. പാൽ കുറഞ്ഞതിനൊപ്പം പ്രാദേശിക സൊസൈറ്റികൾ വഴിയുള്ള പാൽ വിൽപ്പന കൂടിയതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. പ്രചാരണ കാലത്തെ പരാമർശങ്ങളൊന്നും മനഃപൂർവ്വമല്ലെന്ന് തരൂർ പന്ന്യനോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ വലിയ വാക്പോരിനൊടുവിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ ഫോണിൽ വിളിച്ച് ശശി തരൂർ MP. പ്രചാരണ കാലത്തെ പരാമർശങ്ങളൊന്നും മനഃപൂർവ്വമല്ലെന്നും തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്നും തരൂർ പന്ന്യനോട് ആവശ്യപ്പെട്ടു. ചില പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ആരുമായും ശത്രുതയില്ലെന്നായിരുന്നു പന്ന്യന്റെ മറുപടി. മത്സരം UDFും BJPയും തമ്മിലാണ്. ഇവിടെ പന്ന്യന് എന്ത് കാര്യം ജയിക്കുമോ എന്നൊക്കെ പറയാനുള്ള ധൈര്യം പന്ന്യൻ രവീന്ദ്രനുണ്ടായല്ലോ എന്നെല്ലാമുള്ള തരൂരിന്റെ പരാമർശങ്ങളാണ് പന്ന്യനെ വേദനിപ്പിച്ചത്. ലാവ്ലിൻ കേസിൽ പിണറായി സഹായം തേടിയെന്ന് നന്ദകുമാർ. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായം തേടിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച TG നന്ദകുമാർ. പിണറായി വിജയനുമായുള്ള ചാറ്റിന്റെ തെളിവ് കൈവശമുണ്ടെന്ന് നന്ദകുമാർ അവകാശപ്പെട്ടു. ബംഗാളിലെ നമ്പറിൽ നിന്നാണ് പിണറായി വിജയൻ തന്നെ വിളിച്ചത്. അതിനുശേഷമുള്ള ചാറ്റുകൾ തന്റെ കൈവശമുണ്ട്. പിണറായി വിജയൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. തനിക്കെതിരെ CM രവീന്ദ്രനും ചിലരും പടനീക്കം നടത്തിയപ്പോഴും കൈരളി ചാനൽ വാർത്ത ചെയ്തപ്പോഴും പിണറായി വിജയൻ ഇടപെട്ടാണ് തടഞ്ഞതെന്നും നന്ദകുമാർ അവകാശപ്പെട്ടു. പടച്ചോൻ പറഞ്ഞാലും EP-ക്ക് താനുമായുള്ള ബന്ധം വേർപെടുത്താൻ കഴിയില്ലെന്നും നന്ദകുമാർ പറഞ്ഞു. EP ജയരാജൻ ജാവേദ്കർ കൂടിക്കാഴ്ച സർപ്രൈസ് ആയിരുന്നുവെന്ന് TG നന്ദകുമാർ പറഞ്ഞു. ഈ കൂടിക്കാഴ്ച EP-യെ BJPയിൽ എത്തിക്കാനായിരുന്നില്ല എന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. കേഡർ പോലീസാണ് EP-ക്കൊപ്പമുള്ളത്. EP-ക്ക് രഹസ്യമായി വരാനൊന്നും പറ്റില്ല. വൈദേകം അന്വേഷണം സംബന്ധിച്ച് ജാവേദ്കർ പറഞ്ഞപ്പോൾ EP ചൂടായി. തൃശൂർ ജയിക്കണമെന്ന് മാത്രമായിരുന്നു ജാവേദ്കറുടെ ആവശ്യം. അതിനെന്ത് ഡിലീറ്റിങ്ങിനും തയ്യാറായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു ജാവേദ്കറുടെ ലക്ഷ്യം. പാർട്ടി മാറ്റം ആയിരുന്നില്ല എന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇത്തവണ നേരത്തെ. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-നും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9-നും പ്രസിദ്ധീകരിക്കും. വൈകിട്ട് 3 മണിക്കാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും മെയ് 9-നുണ്ടാവും. കഴിഞ്ഞ തവണത്തേക്കാൾ 11 ദിവസം മുമ്പ് ഇത്തവണ SSLC ഫലപ്രഖ്യാപനം ഉണ്ടാകും. 70 ക്യാമ്പുകളിലായി 14 ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി V. ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.